ബ്രാൻഡ് പരസ്പരം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ക്ഷണവും പങ്കെടുക്കലും എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. കാരണം ഇന്ന് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്, ഇതിനു മുൻപ് എത്ര നേതാക്കൾ അവിടെ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയതൊരു ഹീറോയിക് വെൽക്കമാണ്. അത് ഈ 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന ഒരു മകനെ സ്വീകരിക്കുന്ന ആ ഒരു പുത്രവാത്സല്യത്തോടെയാണ് ജി സുകുമാരൻ നായർ നേരിട്ട് വന്ന് ഷാൾ അണിയിച്ച് രമേശ് ചെന്നിത്തലയെ സ്വീകരിക്കുന്നത്. ആ സ്വീകരിക്കുന്ന വേളയിൽ മറ്റു നേതാക്കളൊക്കെ ചുറ്റുകൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. അതിൽ പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാക്കളുണ്ട്, അതുപോലെ തന്നെ മറ്റ് പ്രമുഖരായ ആളുകളുണ്ട്. അവരെല്ലാം നിൽക്കുമ്പോൾ നേരിട്ട് വന്ന് ജി സുകുമാരൻ നായർ സ്വീകരിക്കുകയാണ്. ഇതിന് മുന്നോടിയായി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഈ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നതിനും 1 മണിക്കൂർ മുൻപ് രമേശ് ചെന്നിത്തല പെരുന്നേലെ NSS ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആ 1 മണിക്കൂർ മുൻപ് എത്തിയത് ജി സുകുമാരൻ നായരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച കൂടി തീരുമാനിച്ചിരുന്നത് കൊണ്ടാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരുവരും ഒന്നിച്ച് മന്നം സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തുന്നത്. പരസ്പരം പറയാനുള്ളതും അംഗീകരിക്കാനുള്ളതും എല്ലാം അവർ തമ്മിൽ ആ ഒരു സംഭാഷണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ സമുദായ ആചാര്യൻ്റെ സ്മാരകത്തിലെത്തി, ആ സമാധിയിലെത്തി അവിടെ പുഷ്പാർച്ചന നടത്താൻ ഒന്നിച്ച് ജി സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയും നിൽക്കുന്നതിൽ നിന്ന് അത് ഒറ്റ ബ്രാൻഡായി മാറിയിരിക്കുന്നു. അതായത് രമേശ് ചെന്നിത്തലയെ ഒരു നായർ ബ്രാൻഡ് ആക്കുകയല്ല, രമേശ് ചെന്നിത്തലയും ജി സുകുമാരൻ നായരും ഒന്നാണ് എന്ന ഒരു മെസ്സേജ് വളരെ കൃത്യമായി തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും, അത് കോൺഗ്രസിനുമുള്ള സന്ദേശമാണ്, VD സതീശൻ അടക്കമുള്ളവർക്കുമുള്ള സന്ദേശമായി കൃത്യമായി അത് നൽകുകയാണ്. 2013 ഈ പുത്തരിക്കണ്ടത്ത് നടന്ന റാലിയിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കി ഉൾപ്പെടുത്തണം, താക്കോൽ സ്ഥാനം നൽകണം എന്ന് പറഞ്ഞ ആ ജി സുകുമാരൻ നായർ ഇപ്പോൾ 2013 ജനുവരിയാണത്. ഇപ്പോൾ 2025 ജനുവരി ആകുമ്പോൾ താക്കോൽ സ്ഥാനം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്. താക്കോൽ സ്ഥാനം കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നാവശ്യപ്പെടാം. ഇത് എൻ്റെ മകൻ എന്ന് പറയുന്ന രീതിയിലാണ്. NSSൻ്റെ പുത്രൻ എന്ന് ഇതുവരെയും തറവാടി നായർ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ NSSൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ആ സമുദായം ഒന്നാകെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിലുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മേലങ്കി ചാർത്തി കൊടുക്കുകയാണ് ബ്രാൻഡിങ്ങിനേക്കാൾ ഉപരി ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ നായർ ബ്രാൻഡിങ്ങിനോട് രമേശ് ചെന്നിത്തലയ്ക്ക് 2013 വിയോജിപ്പുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. വിയോജിപ്പില്ല എന്നതിൻ്റെ ഉത്തരമാണ് ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിലെ വാചകം. മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് NSS എന്ന രമേശ് ചെന്നിത്തലയുടെ വാചകം. ഞാൻ ആ ബ്രാൻഡിനെ ഉൾക്കൊള്ളുന്നു, ആ ബ്രാൻഡിൻ്റെ അംബാസഡർ ആകാൻ ഐ ആം റെഡി എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണ് രമേശ് ചെന്നിത്തല ഇന്ന് നടത്തിയത്. 2013 ഒരു വാചകവും ഇനി രമേശ് ചെന്നിത്തലയിൽ നിന്ന് NSSനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായി തന്നെ നിൽക്കും. ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു നിരുപാധിക പിന്തുണ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ കാലഘട്ടത്തിലും NSSനൊപ്പം നിന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പോയ 5-6 അംഗക്കാരൻ്റെ കാര്യവുമൊക്കെ വളരെ വിശദമായി തന്നെ രമേശ് ചെന്നിത്തല ഇന്നത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ കളിച്ചു വളർന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജി സുകുമാരൻ നായർ എൻഡോഴ്സ് ചെയ്യുകയാണ്. രമേശ് ചെന്നിത്തല മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ പോലെയല്ല, ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഞങ്ങളിൽ ഒരാളാണ് എന്ന് വളരെ കൃത്യമായി തന്നെ രജിസ്റ്റർ ചെയ്തു പോകുന്ന പ്രസംഗങ്ങളാണ് രണ്ടുപേരിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. അതിനിടയിൽ VD സതീശനിട്ട് കൊടുക്കുന്ന ഒരു കൊട്ടാണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു വാചകവുമുണ്ട്. ആരൊക്കെ വിചാരിച്ചാലും NSSുമായുള്ള ബന്ധം മുറിച്ചു മാറ്റാനാകില്ല എന്ന ഒരു വാചകം രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞു വെക്കുന്നത് അതൊരു രാഷ്ട്രീയമായ തന്നെയുള്ള വാചകമാണ്. പെരുന്നയുടെ മണ്ണുമായിട്ടുള്ള ബന്ധം, പച്ചപിടിച്ച് നിൽക്കുന്ന കോളേജ് കാലം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ്. അവിടെയുള്ള കടകളുടെ പേര് വരെ പറഞ്ഞുകൊണ്ട് താൻ പണ്ട് നടന്ന വഴികളാണ്, തൻ്റെ ഇടമാണ് പെരുന്ന അല്ലെങ്കിൽ NSS ആസ്ഥാനം എന്ന് ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു രമേശ് ചെന്നിത്തലയാണ് നമ്മൾ അവിടെ കണ്ടത്. പിന്നെ നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്നത്ത് പത്മനാഭൻ്റെ ആശയാവിഷ്കാരങ്ങൾ എങ്ങനെയായിരുന്നു, അദ്ദേഹം നടന്നു തീർത്ത വഴികൾ എങ്ങനെയായിരുന്നു, ഓരോ സമര കാലഘട്ടത്തിലും അദ്ദേഹം എടുത്ത നിലപാട് എന്തായിരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സ്പർശിച്ചു പോകുന്ന ഒരു പ്രസംഗമാണ് രമേശ് ചെന്നിത്തല ഇന്ന് നടത്തിയത്. അതിൽ മുതുകുളം പ്രസംഗത്തെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. ഉണ്ണിസാർ ശ്രദ്ധിച്ചു കാണുമല്ലോ. മുതുകുളം പ്രസംഗം അത് എല്ലാവർക്കും വേണ്ടി നടത്തിയതാണ് എന്ന് പറയുന്നതിലൂടെ കൊടുക്കുന്നതും ഒരു രാഷ്ട്രീയ സന്ദേശമാണ്. കാരണം SNDPയുടെ പിന്തുണ ഇതിനകം തന്നെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞു, NSSുമായി ചേർന്ന് പോകുന്നത് നല്ലതാണ്. രമേശ് ചെന്നിത്തല ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ഏറ്റുപറയാൻ മടിയില്ലാത്ത വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് NSSും ചെന്നിത്തലയും ചേർന്ന് പോകണം എന്ന പ്രതികരണം അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും ഇപ്പോൾ ഈ പ്രസംഗത്തിൽ മതനിരപേക്ഷതയെക്കുറിച്ച് പറയുന്നത്, ചേർന്ന് പോകുന്നതിനെക്കുറിച്ച് പറയുന്നത്, മുതുകുളം പ്രസംഗത്തെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ ശ്രേഷ്ഠവും കുലീനവുമായ ആ ബ്രാൻഡിനൊപ്പം ഞാൻ നിന്നുകൊണ്ട് എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി രമേശ് ചെന്നിത്തല താൻ എന്താണ് എന്നുള്ളത് ഇന്ന് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയായിരുന്നു. NSS മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷത പാലിക്കാൻ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കുറിച്ച് പറഞ്ഞ വാചകമാണ്. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി
അടക്കം ജാഗ്രത പാലിക്കുന്നുണ്ട്. കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് ആ പ്രയോഗിച്ച വാചകം. ആ കത്തിച്ച നിലവിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം പരത്തുകയാണ്. അതിനപ്പുറം ഒരു വിശേഷണം ജി സുകുമാരൻ നായർക്ക് ആ വേദിയിൽ കൊടുക്കാനില്ല. വലിയ കയ്യടിയായിരുന്നു ഈ വാചകങ്ങളൊക്കെ പറയുമ്പോൾ. കത്തിച്ചു വെച്ച നിലവിളക്ക് പോലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെയൊക്കെ വലിയ കയ്യടിയാണ് അവിടെ ഉയർന്നത്. അതോടൊപ്പം ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളിൽ നിന്ന് ഭരണകൂടം അകന്നുപോയാൽ ജനങ്ങളെ മുന്നിലെത്തിക്കുമെന്ന് വിമോചന സമരം വഴി മന്നത്ത് പത്മനാഭൻ കാണിച്ചു തന്നു. അത് നിലവിലുള്ള ഭരണകൂടത്തിന്, പിണറായി വിജയൻ സർക്കാരിനും ബാധകമാണ്. NSSന്റെ പോരാട്ടം, ശബരിമലയിൽ വിശ്വാസ സമൂഹത്തിന് വേണ്ടി പോരാടിയത്, അങ്ങനെ NSSന്റെ പിന്തുണ തനിക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം ഓരോ വാചകങ്ങളിൽ കൂടി ഉറപ്പിക്കുകയാണ്. ഇനി ഇത് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിലവിലുള്ള സമവാക്യം എന്താണ്? നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ചെയ്യുന്നു, രമേശ് ചെന്നിത്തല മന്നത്ത് പത്മനാഭനെ കുറിച്ച് പറഞ്ഞത് തന്നെക്കുറിച്ചാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനുള്ളിൽ മാറി വരുന്ന ആ സമവാക്യങ്ങളിൽ എത്രത്തോളം ശക്തനാണ് താനെന്നും തൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതും കൃത്യമായി രമേശ് ചെന്നിത്തല അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് മുതൽ രമേശ് ചെന്നിത്തലയുടേതായ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകും. രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന പേരുകൾ അതുകൂടി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇവിടെ VD സതീശൻ, K സുധാകരൻ അഭിപ്രായ അനൈക്യം നിലനിൽക്കുന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മുതിർന്ന നേതാക്കൾക്കിടയിലും യുവ നേതാക്കളിൽ ഒരു ഭാഗം, കാരണം ഇത്രയും പിന്തുണ കാണുമ്പോഴേക്കും എല്ലാവരുടെയും മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് അത് വരും. മാത്രമല്ല മുസ്ലിം ലീഗിന് പ്രിയപ്പെട്ടവൻ രമേശ് ചെന്നിത്തല തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. മുസ്ലിം ലീഗിന്റെ പൂർണ്ണമായ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകും. അപ്പോൾ കൂടുതൽ കരുത്തനായി രമേശ് ചെന്നിത്തല മാറുകയാണ്. അതിന് ഈ ബ്രാൻഡിംഗ് തനിക്ക് ഗുണകരമാകും എന്നുള്ളത് രമേശ് ചെന്നിത്തല തിരിച്ചറിയുന്നുണ്ട്. പരസ്പരം ഈ ബ്രാൻഡിനെ അംഗീകരിച്ചിരിക്കുന്നു NSSും രമേശ് ചെന്നിത്തലയും എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. Meet the editors.